ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ അനി ബാൽക്കണിയിൽ പോയിട്ട് നോക്കുകയാണ് താഴേക്ക്. അപ്പോൾ വരികയാണ് നന്ദുവിൻ്റെ വീട്ടുകാർ. നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വരികയാണ്. അനി അപ്പോൾ സന്തോഷത്തോടെ നോക്കി കാണുകയാണ് ആ കാഴ്ച. അതിൻ്റെ പിന്നിൽ തന്നെ അനാമിക വന്നു നിന്നത് അനി കണ്ടിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ അനി തിരിയുമ്പോഴാണ് അനാമികയെ കാണുന്നത്. അനാമിക പറയാണ്, അപ്പോൾ സന്തോഷമായില്ലേ, തൃപ്തിയായില്ലേ, വന്നില്ലേ എല്ലാവരും? അവളോട് ഞാൻ അന്നേരം തന്നെ പറഞ്ഞു വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന്. എന്നിട്ടും അവൾ വന്നു. അപ്പോൾ അനി പറയാണ്, അവൾ വരാതിരിക്കുമോ പിന്നെ? അവളുടെ ഏട്ടത്തിയുടെ 5-ാം മാസ ചടങ്ങല്ലേ. ഒരിക്കലുമല്ല, നിന്നെ കാണാനാണ് അവൾ വന്നത്. നീ അവളോട് പറഞ്ഞു കാണും ഒരിക്കലും ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്ന്. അതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ല. നിൻ്റെയും അവളുടെയും മനസ്സെനിക്ക് അറിയാടാ. അവളെ സ്നേഹിക്കുന്ന നിന്നോട് എനിക്ക് വെറുപ്പാ. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ചുമക്കുന്നത്. അങ്ങനെ നീ എന്തിനാ എന്നെ ചുമക്കുന്നത്? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിൽ പോയി ഒന്നൂടെ. എന്നിട്ട് വേണം അവളെ നിനക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. നീ പോയതിന് ശേഷം എന്ത് നടക്കുന്നു എന്ന് നിനക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ രീതിയിലേ ജീവിക്കാൻ പറ്റൂ. ഈ വീട്ടിൽ ഇപ്പോൾ നിന്നേക്കാളും അധികാരമുള്ളത് ഞാൻ എടുത്തിക്കാം. ഏട്ടത്തിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യവും ഞാനോ ഏട്ടനോ ആദർശേട്ടനോ അച്ഛനോ മുത്തശ്ശനോ ആരും ചെയ്യില്ല. ആ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും അനിയത്തിയ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ട്. അതുകൊണ്ട് ആ ചടങ്ങിൽ നീ തല താഴ്ത്തി പങ്കെടുക്കാൻ വേണ്ടത്. അതെ, എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അതും പറഞ്ഞ് അനി അവിടെ നിന്നും പോയി. അപ്പോൾ അനാമിക മനസ്സിൽ ചിന്തിക്കുകയാണ്, നാണം കെട്ടവള് വരരുത് എന്ന് പറഞ്ഞിട്ടും വന്നു. അപ്പോഴേക്കും നന്ദുവും അച്ഛനും അമ്മയും വീട്ടിലേക്ക് കയറി. തന്നെ മുമ്പിൽ പോയത് നവ്യയാണ്. നവ്യ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ്. നവ്യ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അതിൻ്റെ പിന്നാലെ നയനയും വരികയാണ്. മോളെ എന്ന് വിളിച്ച് നവ്യയെയും നയനയെയും അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നവ്യ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. കനക നയനയോട് പറയാണ്, മോളെ എന്ന് വിളിച്ച് സന്തോഷത്തോടെ നോക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവയാനിയും ചിരിച്ച് സന്തോഷത്തോടെയാണ് അവരെ മുമ്പിലേക്ക് വരുന്നത്. ദേവയാനി വന്ന് അടുത്തുള്ള കസേരയിൽ അവിടെ ഇരുന്നു. അപ്പോൾ കനക ചോദിക്കുകയാണ്, ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവയാനി? കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. വേണ്ട സമയത്ത് കരൾ തന്ന് സഹായിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായി. അതിൻ്റെ പച്ചയിൽ ജീവിച്ചു പോന്നു. കേട്ട് കനകയും ഗോവിന്ദനും നയനയും ഒക്കെ പരസ്പരം നോക്കുകയാണ്. എന്തെങ്കിലും പറയണല്ലോ എന്ന് വിചാരിച്ച് നയന പറയാണ്, അമ്മയാ ഇന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കനക ചിരിച്ചുകൊണ്ട് തലയാട്ടാണ്. അപ്പോൾ അടുക്കളയിൽ മറ്റുള്ളവർ കയറുന്നത് എനിക്ക് പേടിയാണ്. ഏത് ഭക്ഷണം എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം മങ്ങി. അതായത് കനകയുടെയും അച്ഛൻ്റെയും ഒക്കെ മുഖം മാറി. അടുക്കളയിൽ ഇരുന്ന പാല് കുടിച്ചിട്ടല്ലേ ഞാൻ ഹോസ്പിറ്റലായത്. എണ്ണത്തേന്ന് തിരിച്ചു വന്നതിൽ പിന്നെ എനിക്കാരും അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഗോവിന്ദേട്ടൻ ചോദിക്കുകയാണ്, ആരെയും വിശ്വാസമില്ലേ? ഇല്ല, പ്രത്യേകിച്ച് എൻ്റെ മരുമകളെ. കേട്ട് കനകയും ഗോവിന്ദേട്ടനും അതേപോലെ തന്നെ നവ്യയും ഒക്കെ വല്ലാത്ത വിഷമത്തിലായി. 5-ാം മാസ ചടങ്ങിന് വന്നതല്ലേ, കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, നയനയോട് പറയാം. വരൂ, ഞാൻ എടുത്തു തരാം. ദേവയാനി അതും പറഞ്ഞ് അവിടെ നിന്നും എണീക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദേട്ടൻ പറയാണ്, ഇപ്പോഴും മോളുടെ അമ്മയ്ക്ക് മാറ്റമൊന്നുമില്ല അല്ലേ? അപ്പോൾ നയന പറയാണ്, എനിക്ക് അമ്മയുടെ സ്വഭാവം പിടികിട്ടുന്നില്ല. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നുമില്ല. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുമുണ്ട്. അത് കേട്ട് നവ്യ പറയാണ്, എന്തായാലും എൻ്റെ അമ്മയേക്കാൾ ഒരുപാട് മെച്ചാം ഇപ്പോൾ ഇവളുടെ അമ്മയമ്മ. അതേസമയം നന്ദു ചിന്തിക്കുകയാണ്, അനിയെ കാണുന്നില്ലല്ലോ. നയന പറയാണ്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ, അഭിമോൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആ, ഈ ദിവസം മാറി നിന്ന പ്രശ്നമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവിടെയുണ്ട്. 2 മാസവും കൂടി കഴിഞ്ഞാൽ മോള് ഞങ്ങൾക്കൊപ്പം പോരില്ലേ? കുഞ്ഞ് ജനിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ മതി, ഗോവിന്ദേട്ടൻ പറയാം. എന്നാൽ പോലും അവൻ്റെ അമ്മയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ്റെ അമ്മയുടെ കാര്യം പോട്ടെ, അവനെന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും തോന്നാത്തത്. അങ്ങനെ നോക്കുമ്പോൾ നയന ഭാഗ്യമുള്ളവളാണ്. ആദർശേട്ടനിപ്പോൾ അവളെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്. മോളെ, എല്ലാം ശരിയാവും മോളെ, കനക പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അമ്മേ, ആ പ്രതീക്ഷയിലാണ് ഇപ്പം ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനായിട്ട് വളർന്നിട്ടും
അവൻ ഇതുവരെ മാറിയിട്ടില്ല. ഇനി എപ്പം മാറാനാ? എൻ്റെ സെലക്ഷൻ പാളിപ്പോയി. അതിന് എന്നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി. കനക പറയാ. അല്ല മോളെ, 5-ാം മാസമായിട്ടും അതിൻ്റെ വയറൊന്നുമില്ലല്ലോ. എനിക്കങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മേ. ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആശ്വാസമായി എന്ന് പറയാണ് കനക. അതേസമയം നന്ദുവിൻ്റെ കണ്ണ് അനിയെ പരതുകയാണ്. എന്നിട്ട് നന്ദു മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ സമയം അവൻ പുറത്തേക്കെങ്ങാനും പോയി കാണുമോ? കാണിക്കുന്നത് വേണുവേട്ടനെയാണ്. വേണുവേട്ടന് രേവതി ചായയുമായിട്ട് വരികയാണ്. അതേ, ആ പെണ്ണവിടെ വരാതിരുന്നാൽ മതിയായിരുന്നു. എങ്കിൽ വലിയൊരു വഴക്ക് ഒഴിവായനെ. കേട്ട് വേണുവേട്ടൻ പറയാണ്, അറത്തിട്ടാലും മുറികൂടുന്ന ഒരു ടൈപ്പാണ് ഈ നന്ദു എന്ന് പറയുന്നവൾ. എത്ര തവണ അവളെ കൊല്ലാൻ നോക്കി, എന്നിട്ടും മരിക്കുന്നില്ല. ഓ, വല്ലാത്തൊരു ജന്മം തന്നെ. അപ്പോഴാണ് അയാളുടെ ഫോണിൽ ഒരു കോൾ വന്നത്. മോള് വിളിക്കുന്നുണ്ട്. ഹോ, എന്തിനാണോ എന്തോ, ഇങ്ങതാ. ഫോൺ എടുത്തപ്പോൾ തന്നെ രേവതി പറയാണ്, ആ മോളെ, അവൾ വന്നില്ലല്ലോ. വന്നില്ല? ആ കണ്ടോ, അപ്പോൾ അവൾക്ക് പേടിയുണ്ട്. അവൾ വന്നില്ല എന്ന് ഇങ്ങ് തന്നെ. അതുകൊണ്ടാ മോളെ ഞങ്ങൾ പറഞ്ഞത്, നീ തന്നെ അവളെ വിലക്കണം. എന്തായി, നീ അവളോട് വരരുത് എന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നില്ലല്ലോ. വരാതിരിക്കാൻ എന്താ, അച്ഛൻ അവളെ തടഞ്ഞു നിർത്തിയോ? അതോ അച്ഛൻ്റെ ആൾക്കാർ അവളെ തടഞ്ഞു നിർത്തി ഒരു മൂലക്കിരുത്തിയോ? അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ ഇവിടെ വന്നിട്ടുണ്ട്, അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം. അവൾ വന്നിട്ടുണ്ടെന്ന് രേവതിയോട് പറയാ. എന്നോട് ഇല്ല എന്ന് പറഞ്ഞതോ? രണ്ടാളും അവൾ വന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് ആദ്യം ഒരു ആശ്വാസം തന്നതാ. അങ്ങനെയെങ്കിൽ ആ ഫംഗ്ഷൻ അലമ്പണം മോളെ. എങ്ങനെ അലമ്പാന? ഇപ്പോൾ അവൾമാർ എല്ലാവരും അവരുടെ പക്ഷത്താണ്. റിമോളോട് ദേഷ്യമാണെന്ന് അനിയുടെ വല്യമ്മ പറയുന്നുണ്ടെങ്കിലും അതിനകത്തും എന്തോ കളത്തരമുണ്ട്. എൻ്റെ ഗതികേട് അല്ലാതെ എന്ത് പറയാനാ? നമ്മുടെ മോളെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഓടിക്കണം എന്ന് വിചാരിച്ച് കച്ചകെട്ടി നടക്കുക അവളും അവളുടെ വീട്ടുകാരും. ഓടാനായിട്ട് നമ്മുടെ മോള് അവിടെ ഇരിക്കുന്നത് കൊണ്ടല്ലേ. അവളോട് തൻ്റെ അടുത്തോടെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ. നിന്റെ മോളല്ലേ, പറഞ്ഞാൽ വല്ലതും കേൾക്കുമോ? ഇന്നത്തെ ഫംഗ്ഷൻ എന്തായി തീരുമോ എന്തോ. ഇനി ഹരിശങ്കർ ചമഞ്ഞ് എല്ലാവർക്കും വിഷം കൊടുക്കുമെന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ മൂർത്തി സാറിനെ പോലും അവൾക്ക് ഇഷ്ടമല്ല. എങ്ങനെ ഇഷ്ടപ്പെടാനാ? അവരൊക്കെ അവളുടെ ഫാനാ. ആ നയനയുടെ. അതേ, ആ നയന എന്ന് പറയുന്നവള് നയത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുത്തതാ. ആ നയമാണ് നിന്റെ മോൾക്ക് ഇല്ലാതെ പോയത്. എങ്കിൽ നമ്മുടെ കടയെങ്കിലും ഇപ്പം തീർത്ത് കിട്ടിയനെ. ഇതിപ്പോൾ കാലെണ്ണ പോലും ഇല്ലാതെ അവളിങ്ങോട്ട് കയറി വരും എന്നാ എൻ്റെ പേടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീട് കത്തിക്കണം എന്നൊന്നുമില്ല. നമ്മളെ ഈ വീട്ടിനകത്ത് കൂട്ടിയിട്ടിട്ട് പലിശക്കാർ കത്തിച്ചോളും. പിന്നെ കാണിക്കുന്നത് ജാനകിയും അതായത് അബിയുടെ അമ്മയും അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരികയാണ്. ജാനകിയോട് ജലജ പറയാണ്, ഇന്ന് അവൾക്കും അവളുടെ വീട്ടുകാർക്കും കൊടുക്കാൻ ഏട്ടത്തിക്ക് പലഹാരം ഉണ്ടാക്കാൻ എന്തൊരു ധൃതിയായിരുന്നു. അത് കേട്ട് ജാനകി, അവർക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നിനക്കവരോട് വലിയ ആരാധനയായിരുന്നല്ലോ. അവർ സ്വാർത്ഥയാ. അവരുടെ മകൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതാ സത്യം. ആദർശും ജയേട്ടനും അച്ഛനും അമ്മയും ഒക്കെ അവളുടെ സൈഡാ. അതുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് രോഗം വന്നതിന് ശേഷം അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോഴേ നീ നിൻ്റെ മകനെയും മരുമകളെയും കുറിച്ച് മാത്രം ചിന്തിക്കണം. നിന്റെ മരുമകൾ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നിൽക്കുക. അപ്പോഴേക്കും അനാമിക അവിടെ വന്നു. എന്നിട്ട് പറയാണ്, അതാ സത്യം. ഇവിടെ നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുക. ഞാൻ തറപ്പിച്ച് പറഞ്ഞതാ ആ നന്ദുവിനോട് ഇങ്ങോട്ട് വരരുത് എന്ന്. എന്നിട്ട് അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നിട്ടുണ്ട്. കേട്ട് ജാനകി, എന്താ മോളെ കാര്യം? നിന്നെ ചൊടിപ്പിക്കണം. നിന്നെ ചൊടിപ്പിച്ച് പുറത്താക്കണം. എന്നിട്ട് അവൾമാർക്ക് ഇവിടെ കിടന്ന് മേയണം. ഈ വീട്ടിലെ 3ാമത്തെ മരുമകളായി അവളെ കയറ്റിവിടാനാണ് എല്ലാവരും നോക്കുന്നത്. ജലജ പറയാം. അതൊരിക്കലും നടക്കില്ല എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. എൻ്റെ ജാനകി സ്വന്തം മോന് വേണ്ടിയിട്ട് ഇന്നലെ വരെ മരുമകളെ തള്ളിപ്പറഞ്ഞ ഏട്ടത്തി, അവളെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലേ? അതുപോലെ തന്നെ ചിലപ്പം നിനക്ക് നിൻ്റെ മോനെയും നിൻ്റെ ഭർത്താവിനെയും അംഗീകരിച്ച് ജീവിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മരുമോളെ പുറത്താക്കിയിട്ട് അവർ പറയുന്നത് മാത്രം സ്വീകരിക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നത്? ജലജ, ചിലപ്പോൾ അതൊക്കെ നടക്കും. നീ ഒന്ന് ചുമ്മാതിരിക്കടി, മോളെ കൊണ്ട് വിഷമിപ്പിക്കാതെ. ഈ വീട്ടിലേക്ക് വന്നവരാരും ഇതുവരെ ബന്ധം പിരിഞ്ഞ് പോയിട്ടില്ല. അതാണ് ഈ വീടിൻ്റെ ചരിത്രം. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ
കാര്യത്തിന് ഒരു മാറ്റവും വരില്ല. ആ നിയമം നിലനിർത്താൻ വേണ്ടി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാനിവിടെ നിൽക്കണോ അമ്മേ? നീ ഒന്ന് ക്ഷമിക്കും മോളെ, എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാം. അങ്ങനെ തോന്നുന്നില്ല. അവളുടെ കാര്യം പോട്ടെ, അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാലോ അവളിവിടെ വരുന്നത് എനിക്കിഷ്ടമല്ലാന്ന്. എന്നിട്ട് അവർ തന്നെയല്ലേ അവളെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. കേട്ട് ജലജ, ഇതിൻ്റെയൊക്കെ ആണിക്കല്ലേ ആ നയനയാ. അവൾ പുറമെ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. പക്ഷേ രഹസ്യമായിട്ട് അവളോട് പറയും വരണമെന്ന്. അവൾ വന്നാലല്ലേ ഇവിടെ അലമ്പുണ്ടാകത്തുള്ളൂ, വഴക്കുണ്ടാകത്തുള്ളൂ. അത് കേട്ട് അനാമിക പറയാണ്, അതാ സത്യം. അവൾ എല്ലാവരെയും സ്വാധീനിച്ചു കഴിഞ്ഞു. ഇനി മെല്ലെ മെല്ലെ വല്യമ്മയെയും സ്വാധീനിക്കും. ഞാനിവിടെ ഇരുന്ന് പുകയും എന്നുള്ള കാര്യം ഉറപ്പാ. ജാനകി, നീ നിന്റെ മരുമകളെ സംരക്ഷിക്കാൻ നോക്ക്. മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുടുംബ എന്ന് വെച്ച് മൂത്തവരെ പക്ഷാപാതം കാണിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ബഹുമാനം കുറയ്ക്കുന്നതാണ് നല്ലത്. അത്രയും പറഞ്ഞ് ജലജ അവിടെ നിന്നും പോയി. ജാനകിയോട് അപ്പോൾ അനാമിക പറയാണ്, എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാനേ തോന്നുന്നില്ല അമ്മേ. പോട്ട് മോളെ, ഇനിയിപ്പം മാറി നിന്നാൽ മുത്തശ്ശൻ എന്ത് വിചാരിക്കും? രണ്ടുപേരും എന്നെ വിളിപ്പിക്കും. അതിനുള്ള അവസരം കൊടുക്കണ്ട. അങ്ങനെയെങ്കിൽ ആ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാൻ പാടില്ല അമ്മേ. അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല. പലഹാരമൊക്കെ നന്നായിട്ട് എടുത്തു വെക്കുകയാണ് ദേവയാനി. അപ്പോൾ അവിടെ നയന വന്നിട്ട് പറയാണ്, അമ്മേ ഞാനും സഹായിക്കാം. എനിക്കങ്ങനെ സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ വന്നിരിക്കുകയല്ലേ, അവിടെ പോയി ഇരിക്കാൻ നോക്ക്. ഒന്നും സാരമില്ല, അവർക്ക് അറിയാത്ത വീടൊന്നും അല്ലല്ലോ. അനിയത്തി വരുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ലല്ലോ. എന്തിനാ അവൾ വന്നത്? മുത്തശ്ശനും മുത്തശ്ശിയും പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് വിനെയും കൂട്ടി അച്ഛനും അമ്മയും വന്നത്. എങ്കിൽ അവളെ കൊണ്ടുവരത്തില്ലായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരണം. അച്ഛനും അമ്മയും ആദർശവും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് നിഷേധിക്കാൻ പാടില്ല. ഞാനിപ്പം നിൻ്റെ മുന്നിൽ കീഴടങ്ങിയില്ലേ, പോലും അവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അറിയാലോ അമ്മേ, കൂടെ കൂടെ പറയണ്ട എന്നായിരിക്കും നീ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അതല്ല, അതിനപ്പുറം പറയും. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരമാണോ ഇതൊക്കെ? നീ എല്ലാം കൊണ്ടുവച്ചിട്ട് ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മനുഷ്യൻ്റെ കഷ്ടപ്പാടാണ് വെറുതെ. അച്ഛനും അമ്മയും അനിയത്തിയും എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആദർശോ അച്ഛനോ അമ്മയോ എന്നെ കുറ്റപ്പെടുത്തിയാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഒക്കെ കഴിച്ചിട്ട് വളരെ നന്നായിരുന്നു എന്ന് മുത്തശ്ശിയും പറഞ്ഞല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അവസരം കിട്ടിയാൽ മനഃപൂർവ്വം കുത്തുമല്ലോ. അതിന് അപ്പച്ചിയുടെ സ്വഭാവമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഓ, അവരുടെ സ്വഭാവം നിന്നെപ്പോലെ നല്ല സ്വഭാവമാണല്ലോ. അവരൊക്കെ വലിയ പരിശുദ്ധരല്ലേ. അടുത്ത് വന്ന് നിന്നാൽ ഇതുപോലെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് പരമാവധി അടുത്ത് നിൽക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞത്. പരമാവധി അകലം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. കണ്ടോ, അവൾ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുക. അത്രയ്ക്ക് നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ. എൻ്റെ അമ്മായി അമ്മ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നതാ. അതുകൊണ്ട് തന്നെ ഇനി അമ്മായി അമ്മ കൊണ്ടാക്കിയാലേ ഞാൻ പോവും, അല്ലാതെ അവർക്കൊപ്പം പോവില്ല. നീ അവർക്കൊപ്പം പോവും എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നതോ? അത് ഞാൻ വെറുതെ പറയുന്നതാ. അമ്മ പോകാൻ പറഞ്ഞാലും ഞാൻ പോകത്തില്ല. കുറച്ച് ദൂരം നടന്നിട്ട് നയന വീണ്ടും ദേവയാനിയെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ദേവയാനി തലമുക്കി നോക്കുന്ന സമയത്ത് അവൾ തിരിഞ്ഞു നോക്കുന്നതാണ് കാണുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒന്നുമില്ല. ചായയും പലഹാരങ്ങളും ഒക്കെ നിരത്തിയിരിക്കുകയാണ്. അത് കണ്ട് അമ്മയും ജയനും അജയനും ഒക്കെ ചിരിക്കുകയാണ്. ദേവയാനിയോ നയനയോ അതേപോലെ തന്നെ എല്ലാവരും അവിടെ നിന്ന് കനകയും നന്ദുവും ഒക്കെ ചിരിക്കുകയാണ് സന്തോഷത്തോടെ. അപ്പോൾ മുത്തശ്ശി പറയാണ്, അങ്ങ് നടക്കേണ്ട സമയമായല്ലോ, കുട്ടികൾ ഇവിടെ. അപ്പോഴാണ് നവ്യ നന്നായിട്ട് ഒരുങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജയേട്ടൻ പറയാണ്, ആഹാ, നവ്യ മോൾ ഒരുങ്ങിയിട്ട് സുന്ദരിക്കുട്ടിയായിട്ട് എത്തിയല്ലോ. നയന പറയാ, ആദർശേട്ടൻ്റെ സെലക്ഷനാണ് ഈ സാരി. കനക പറയാ, എന്തായാലും നവ്യ മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇങ്ങനൊരു ഫംഗ്ഷന് പോലും എനിക്കൊരു സാരി വാങ്ങിത്തരണമെന്ന് എൻ്റെ ഭർത്താവിന് തോന്നിയില്ല. ജലജ പറയാണ്, അവനെ കൊച്ചാക്കാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കരുത്. മുത്തശ്ശി പറയാണ്, കൊച്ചാക്കിയതാണോ? മോളുടെ കാര്യങ്ങൾ അവൻ നന്നായിട്ട് ശ്രദ്ധിക്കണ്ടേ? ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോവുകയും മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യണ്ടേ? അനിയുടെ അച്ഛൻ ചോദിക്കുകയാണ്, അവൻ എവിടെ മോളെ അബി? ഇന്നത്തെ ദിവസത്തെ പറ്റി അറിയാമെങ്കിലും അവൻ എണീറ്റത് ഒരുപാട് വൈകിയ. ഇത് കഴിഞ്ഞ് ഇറങ്ങിയതേയുള്ളൂ. നവ്യമോളുടെ അച്ഛനും അമ്മയും വന്നത് അവൻ അറിഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞിട്ടും നിൻ്റെ മോൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ ജലജെ. വരുമല്ലോ, എൻ്റെ മരുമോളുടെ അച്ഛനും അമ്മയും അല്ലേ വന്നിരിക്കുന്നത്. അതെ, വല്ല VIP കളും ഒന്നും അല്ലല്ലോ.
ാണ് ദേവയാനി പറയുന്നത്. ജലജെ, പോയി എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസ് എടുത്തിട്ട് വാ. കൂടെ വാ ജാനകി. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ അഭിയുടെ മുത്തശ്ശന് നല്ല വിഷമമുണ്ട്. ജാനകി, പെട്ടെന്നൊരു മരണം നടന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ഞങ്ങളും ആ മരണ വീട്ടിലേക്ക് പോകേണ്ടതാ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അത്ര അടുത്ത സുഹൃത്താ. ചടങ്ങ് കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് അച്ഛനാ പറഞ്ഞത്. അപ്പോഴേക്കും അഭി അങ്ങോട്ട് വന്നു. വന്നപ്പോൾ മുത്തശ്ശി പറയാണ്, ഓ ഇപ്പോഴെങ്കിലും വന്നല്ലോ, എന്താടാ നിനക്കൊരു താല്പര്യക്കുറവ്? എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കുന്നേ? കുളി കഴിഞ്ഞ് റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഇങ്ങോട്ട് വന്ന് 2 വാക്ക് സംസാരിക്കാമായിരുന്നല്ലോ എല്ലാവരോടും, അനിയുടെ അച്ഛൻ പറയാം. മുത്തശ്ശി അത് പറയുന്നത് കേട്ടപ്പോൾ അഭി മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തോന്ന് സംസാരിക്കാൻ? മോളെ കെട്ടിച്ചു തന്നതിന് നന്ദി പറയാനോ? നിങ്ങൾ അങ്ങോട്ടിരിക്കുക. അങ്ങനെ അഭിയും നവ്യയും അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അനാമികയും അനിയും മുകളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുന്നത്. അത് കണ്ടിട്ടെന്നോണം നന്ദു ചിരിക്കുകയാണ്. അവരും അവിടെ വന്ന് നിന്നു. അപ്പോൾ അനി പെട്ടെന്ന് നന്ദുവിനെ കണ്ട് ചിരിക്കുകയാണ്. നന്ദു അനിയോടും ചിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുകയാണ് അനാമിക. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.